മുഹമ്മദ് ആട്ടൂർ തിരോധാന കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും. ക്രൈംബ്രാഞ്ച് കോഴിക്കോട് റേഞ്ച് IG പി പ്രകാശനാണ് ചുമതല. നടക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് മാമി തിരോധാന കേസ് അന്വേഷിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും അനുപ്രിയ, അതായത് ഏറ്റവും സമർത്ഥരായ ഉദ്യോഗസ്ഥരെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണ സംഘമാണ് ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് കോഴിക്കോട് റേഞ്ച് IG ആയിട്ടുള്ള പി പ്രകാശിന്റെ മേൽനോട്ടത്തിലാണ് മാമി തിരോധാന കേസ് അന്വേഷിക്കുക. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് DYSP ആയിട്ടുള്ള U പ്രേമൻ, അദ്ദേഹം നേരത്തെയും സംസ്ഥാന പോലീസിൽ ഉണ്ടായിരുന്ന സമയത്തെല്ലാം തന്നെ നിരവധി കേസുകളിൽ തെളിയിച്ച കഴിവുറ്റ ഒരു ഉദ്യോഗസ്ഥനാണ്. ഒപ്പം കോഴിക്കോട് വയനാട് ക്രൈംബ്രാഞ്ച് യൂണിറ്റുകളിലെ ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർമാരായ CS ഷാരോൺ, R രതീഷ് കുമാർ, P അഭിലാഷ്, സിബി തോമസ് എന്നിവരും ഈ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SP-യും ഈ സംഘത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഒരു വർഷം മുൻപാണ് മുഹമ്മദ് ആട്ടൂരിനെ കോഴിക്കോട് അരയിടത്ത് പാലത്ത് വെച്ച് കാണാതാകുന്നത്. അതിനുശേഷം ഒരു വർഷത്തോളം പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. തുടക്കത്തിൽ നടക്കാവ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത്. എന്നാൽ ഒരു തെളിവും ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്താൻ നടക്കാവ് പോലീസിന് സാധിച്ചിരുന്നില്ല. തുടർന്ന് ADGP ആയ MR കുമാർ ഇടപെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. മലപ്പുറം SP ആയിരുന്ന H ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം. എന്നാൽ ഈ അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിൽ ഒരു പുരോഗതിയും ഉണ്ടാവാത്തതിനെ തുടർന്ന് ഒപ്പം തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ ADGP-യുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നു എന്ന് PV അൻവർ MLA കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുൻപിൽ ആരോപിച്ചിരുന്നു. പിന്നാലെയാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഒരു ആവശ്യത്തിലേക്ക് വന്നത്. കുടുംബം തുടക്കത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതി ഉൾപ്പെടെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മുഹമ്മദ് ആട്ടൂരിന്റെ ഭാര്യ റുക്സാന ഇത് സംബന്ധിച്ച ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പരിഗണിക്കുകയും പ്രോസിക്യൂഷന്റെ വിശദമായ വാദം കേൾക്കുന്നതിനായി ഒക്ടോബർ 1 മാറ്റുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് ഈ അന്വേഷണ ചുമതല ഏൽപ്പിക്കുകയും അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഉത്തരവ് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ക്രൈംബ്രാഞ്ച് ADGP ആയിട്ടുള്ള H വെങ്കടേഷാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അനുപ്രിയ, മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ചിലെ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ് മാമി തിരോധാന കേസ് അന്വേഷിക്കാനായി. വിശദാംശങ്ങളാണ് റിയാസ് നൽകിയത്.